ഗ്ലാസ് എങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിയും കേട്ടോ. ഇതെല്ലാം പറക്കി കൊടുക്കേണ്ടി വരും. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, പലർക്കും ഇത് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കാം. അതായത് ഞാനൊക്കെ എൻ്റെ സമയങ്ങളിൽ, അതായത് ഞാൻ ഈ ചാനലും കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പരിപാടിയായിരുന്നു കംപ്ലീറ്റ്. അതായത് എൻ്റെ പിറകിൽ കാണുന്ന കംപ്ലീറ്റ് സൗണ്ട് സിസ്റ്റം ഞാൻ ഇപ്പോഴും വെച്ചതാണ്. അപ്പം ഞാൻ ഈ സൗണ്ട് സിസ്റ്റം വയ്ക്കുന്നതിന് മുമ്പ് രണ്ട് ജേബിലിൻ്റെ കാര്യങ്ങളും എല്ലാം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് വച്ചത്, എങ്ങനെ കണക്ട് ചെയ്യും, അങ്ങനെ A to Z ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിലായാലും മെസ്സേജ് ആയിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഉത്തരം എനിക്ക് കൊടുക്കുന്ന കാര്യം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ ഇപ്പം എന്താ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഇറക്കിയിട്ട് ചെറിയൊരു സൗണ്ട് സിസ്റ്റം കൂടി റൂമിൽ വെച്ചിട്ടുണ്ട്. അത്ര ചെറുതൊന്നുമല്ല, അത്യാവശ്യം പവർഫുൾ ആണെന്ന് തന്നെ പറയാം. ഈ ഒരു ചെറിയ റൂമിൽ ഇത് ഓവറാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണതാണ്, ഈ ചെറിയ റൂമിൽ ഇത്രയും സാധനം വച്ചിട്ട് അതായത് ഒരു 50% മുകളിൽ സൗണ്ട് വയ്ക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലോട്ടായി കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഗ്ലാസ് പൊട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ ഭാഗ്യത്തിനാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഇട്ടിട്ടും സൗണ്ട് റൂമിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പുറത്ത് പോയി, അതായത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബൻസ് ആക്കുന്ന രീതിയിലൊരു സൗണ്ട് ഇവിടെ ഇല്ല കേട്ടോ. അമ്മയും ചേച്ചിയൊക്കെ എൻ്റെ കൂടെ ഇതിൽ അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സബ്വൂഫറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളതും അതായത് മുമ്പ് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതും എല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പേപ്പറിൽ എഴുതി കൂട്ടിയാൽ മാത്രമേ കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. അത് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. ഞാൻ ഇതൊക്കെ വയ്ക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഭയങ്കര ക്രൈസാണ്. പലരും പറയും വട്ടാണെന്ന്, എന്തോ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, കമൻറ്റ് ബോക്സിൽ ലൈക്കും ഷെയറൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിൽ എൻ്റെ ഇതൊക്കെ കാണുന്ന വീഡിയോസിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇതാണെന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ പുറകു ഭാഗത്തേ ഇരിക്കുള്ളൂ, ആ ഇടിയും ബാസൊക്കെ ഒന്ന് കേൾക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ക്രൈസുള്ളൊരു കാര്യമാണ്. കൊച്ചിലെ അങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ട് പലരും ചെയ്തൊരു കാര്യമാണ്, കുടത്തിൽ സ്പീക്കറൊക്കെ ഇളക്കി വെച്ചിട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ട സംഭവം. പണ്ട് അച്ഛനൊരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ ഞാൻ കുത്തിപ്പിരുത്തിട്ട് ആ ചെറിയ സ്പീക്കറിനെ ഞാൻ എടുത്ത് വേറൊരു കലത്തിൽ വെച്ചിട്ട് ഒരു വലിയ ഉയറിട്ട് കൊടുത്തിട്ട് അതിൽ സൗണ്ട് കേട്ടിട്ടുണ്ട്. പണ്ട് ചെറിയ FM സ്പീക്കർ ഇട്ടുകൊടുക്കുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് വേറെ സെറ്റപ്പിലൊക്കെ വെച്ചിട്ട് സ്പീക്കർ കേട്ടുകൊണ്ട് നടക്കുമായിരുന്നു. പണ്ട് ഹെഡ്സെറ്റിനെ ഇറക്കി പിടിച്ച് ചെവിയിൽ വെച്ചിട്ട് ഇടി കേട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു ക്രൈസാണ് ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. ഇനി ഇത് വേറെ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനോട് ക്രൈസുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. അവർക്കൊക്കെ സന്തോഷമാകാൻ വേണ്ടിയിട്ട്, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ഉടനെ ചെയ്യുന്നതാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. അത് സർപ്രൈസ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ആദ്യം നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം, സബ് തൊട്ട് തുടങ്ങാം. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കൊല്ലം ആവുമായിരിക്കും പുതിയത് വാങ്ങിയതാണ്. അതായത് മുമ്പ് ഇടുന്നത് എൻ്റെ കയ്യിൽ 2 ട്യൂബായിരുന്നു. ട്യൂബ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, മുകളിലോട്ട് പോകണം, അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനെടുത്ത് ഇനി ബിറ്റ് ചെയ്യും. അപ്പം ഇതിനെപ്പറ്റി ആദ്യം ഞാൻ പറയാം. അങ്ങനെ ഇത് ഞാൻ ബോക്സ് 2000 രൂപയ്ക്ക് വേണ്ടി 2200 രൂപയ്ക്ക് വാങ്ങിയതാണ് ഒരു കൊല്ലം മുമ്പ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സാണ്. അപ്പം ഇതിനകത്ത് അടിയിൽ വരുന്നത് വലിയൊരു എയർ ഹോളാണ് കേട്ടോ. ഈ ഒരു എയർ ഹോളിൽ കൂടി ഈ സാധനം തള്ളുന്ന എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പൂ അത്യാവശ്യം നല്ല പൊളിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ലുക്കില്ലാത്ത പോലെ എപ്പോൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പലർക്കും വീഡിയോ ഉണ്ടവർക്ക് അറിയാം, പണ്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമുള്ളൂ. അപ്പോൾ ഇത് ഒരു നാൾ എലി കടിച്ച് ഇതിൻ്റെ കോയിലിൻ്റെ കണക്ഷൻ, അതായത് സ്പീക്കറിൻ്റെ ടെർമിനലിലേക്കുള്ള കണക്ഷൻ എലി കടിച്ച് മുറിച്ച് പണ്ടാരോടായി കളഞ്ഞു. ആ എലി ഞാൻ കൊന്നു, അത് വേറൊരു കാര്യം. ആ എലിയാണെന്ന് അറിയാൻ വയ്യ, അതുപോലെ വേറൊരു എലി ഞാൻ കൊന്നു. അപ്പോൾ ഈ ഒരു സ്പീക്കർ ഞാൻ പ്രഷീണ്ണ, അതായത് നമ്മുടെ ആംപ്ലിഫയറും സിസ്റ്റം എല്ലാം പണിയുന്ന പ്രഷി എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്കൊരു എൻ്റെ ആഗ്രഹം കാരണം ചെറുതിലേ എനിക്ക് തന്നതാണ് കേട്ടോ. അതായത് ഞാൻ പകുതി പേയ്മെൻറ്റ് കണ്ടേ കൊടുത്തോളൂ, അങ്ങനെ തന്നതാണ് കേട്ടോ. അന്ന് എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, പൈസ ഇല്ല. അപ്പോൾ ഇന്നും വലിയ പൈസയൊന്നും ഇല്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ സ്പീക്കർ റീവൈൻഡ് അല്ല, അത് അതിൻ്റെ ആ ടെർമിനൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ട് ഇളക്കി കേട്ടോ. ഈ ഒരു പാർട്ട് ഇളക്കിയിട്ട് അതിനെ അറാൾഡേറ്റ് വെച്ച് ഒട്ടിച്ച് അകത്ത് എല്ലാം സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ചെറിയൊരു വിള്ളൽ വീണു. അപ്പം പറ്റിയതാണ് ഈ ഒരു പാട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ആ പഴയ ഇടിക്കും പഞ്ചിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സബ്വൂഫർ ഇട്ട് കാണിക്കാനുള്ള നിർവാഹമേ ഉള്ളൂ കേട്ടോ. അമ്മ അവിടെ വാഷിംഗ് മെഷീൻ ഇട്ട് തകർക്കായിരുന്നു, ഭയങ്കര സൗണ്ടായിരുന്നു. എന്ത് വീട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് തുണിയിൽ കുരുങ്ങിയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു സബിനെ റിവൈൻഡ് ചെയ്തിട്ട് എല്ലാം കണക്ട് ചെയ്ത് ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഞാൻ ഒരു കൊല്ലം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. ഈ സബ് ഞാൻ 3-4 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. 1800 അടിച്ചിട്ട് JBL സബൂഫറാണ്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു സബൂഫർ കൂടാതെ എനിക്ക് വേറെ 2 സബൂഫറുണ്ട്. ഒരു പയണിയറിൻ്റെ സബും ഉണ്ട്, പിന്നെ വേറെ ഒരു JBL 1100 വാട്ട്സിൻ്റെ ഒരു സബ് കൂടി ഇരിപ്പുണ്ട്, അവിടെ മുകളിൽ ഇരിപ്പുണ്ട്. വീട് പണിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ റൂഫിൽ വെച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. വീട് പണിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇളക്കി മുകളിലോട്ട് വെച്ച് കേട്ടോ. ഈ റൂമൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അലങ്കോലമായിട്ട് കിടന്നതാണ്. അങ്ങനെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി എടുപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സബൂഫർ കാണിച്ചു തരാം. അതിനി വല്ല ഏണിയിട്ട് കയറിയാലേ ഒക്കുള്ളൂ. ഇത് ഞാനൊന്നും തറയിൽ വെച്ചിട്ടില്ല കേട്ടോ. തറയിൽ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല, പെരുപ്പാണ്. ഇവിടെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ വെളിയിലും ഹാളിലും അടുക്കളയിൽ ഇരിക്കുന്ന പാത്രമൊക്കെ ഒന്ന് വീഴും, അടുക്കളയിൽ ഷെൽഫിലൊക്കെ ഇരിക്കുന്ന കലമൊക്കെ ഒന്ന് താഴെ വീഴും കേട്ടോ. സത്യമായിട്ടും തള്ളണയൊന്നുമല്ല, അനുഭവമാണ്. വേണമെങ്കിൽ ഞാൻ ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാം. അപ്പം ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സ്പേസ് കുറയും. പക്ഷേ ഏറ്റവും പവർഫുൾ തറയിൽ വയ്ക്കുന്നതാണെന്ന് ഞാൻ വച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ 2 എണ്ണം കയറ്റി വെച്ചേക്കുന്നത് കേട്ടോ. രണ്ടും 12 ഇഞ്ചിൻ്റെ സബൂഫറാണ്. ടോട്ടലി എൻ്റെ കയ്യിൽ 4 സബൂഫറുണ്ട്, 4ഉം 12 ഇഞ്ചാണ്. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഒരു സബൂഫറാണ് പയണിയറിൻ്റെ ചാമ്പ്യൻ സീരീസ്. പലരും കണ്ടു കാണും, അറിയാം. അത് ചില്ലറക്കാരനല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും നാൾ ഞാൻ JBL ഭയങ്കര പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. അതായത് ഈ ഒരു റേഞ്ച്, അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് റേഞ്ചിൽ JBL സബൂഫറില്ലേ, ആ സബൂഫറിൻ്റെ പവർ ഈ പയണിയറിൻ്റെ ചാമ്പ്യൻ സീരീസ് വന്നപ്പോഴത്തേക്ക് ഒന്നുമല്ലാതെ. അതാണ് ഈ ചാമ്പ്യൻ സീരീസിൻ്റെ പ്രത്യേകത. ഇത് ആരുടെയും അഭിപ്രായം കേട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല. ഞാൻ ഇതിൻ്റെ ഇടി കേട്ടു, ഓരോന്നേരം സ്വിച്ച് ചെയ്ത് സെപ്പറേറ്റ് കേട്ട് നോക്കി ഫീൽ ചെയ്ത സാധനമാണ്. ഈ ചാമ്പ്യൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6000 രൂപയോളം സബിന് വിലയുണ്ട്. അതും ഡബിൾ കോയിൽ സബ്ബാണ്. സബിൻ്റെ ഈ പേപ്പർ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് പോകില്ല കേട്ടോ. ഈ ഒരു സബ്ബൂഫർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കൊണ്ട് ഈ സബ്ബൂഫർ കിടന്ന് അകത്തോട്ടും പുറത്തോട്ടും ആവും. ഈ ഒരു സബ്ബൂഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പയണിയർ ചാമ്പ്യൻ സീരീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാനിപ്പോൾ മേടിച്ച പുതിയ ബോക്സ്, പുതിയ സബ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുതിയതാണ്. ബോക്സിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2000-2200 അടുപ്പിച്ചായി. രണ്ടും സെയിം സൈസ് ബോക്സാണ്. രണ്ടിലിരിക്കുന്ന സബ്ബൂഫർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യം സ്പീക്കറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ആംപ്ലിഫയറിൻ്റെ കാര്യത്തിലേക്ക് പോകും. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഞാനിപ്പം പുതിയ, അതായത് ഇവിടെയൊക്കെ സൈഡിലൊക്കെ പുതിയ സ്പീക്കറുകൾ വെച്ചിട്ടുണ്ട്. മുമ്പ് വെച്ചിരുന്ന സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം തിയേറ്ററിൻ്റെ സൈഡ് സ്പീക്കറാണ്. അതായത് അതിന് ഉള്ള വഴിയേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ലിമിറ്റിന് മുകളിൽ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് സൗണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത് ചരിഞ്ഞിരിക്കുന്ന ബോക്സിൽ 4 ഇഞ്ചിൻ്റെ സ്പീക്കർ, അത്യാവശ്യം ഒരു സ്പീക്കറിന് 800 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ ഉള്ളൊരു വീഡിയോ ഇട്ടുതരാം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇഞ്ചിൻ്റെ സ്പീക്കറും ബോക്സും പിന്നെ വയറും കാര്യങ്ങളെല്ലാം ഞാനിത് ഈ റൂം ആഗ്രഹിച്ച് ഒരിക്കൽ ലോണൊക്കെ എടുത്ത് പൂശി ഫ്ലിപ്കാർട്ടിലൊക്കെ ഓടി ഞാൻ ആ ലോണും എല്ലാം കാര്യങ്ങളും അടച്ചു തീർത്തപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഞാൻ വയറിങ് എല്ലാം ചെയ്ത് ഇതിനകത്ത് കൺസീൽ ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് അതിന് വേണ്ടിയിട്ട് കണക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്പീക്കർ വൃത്തികേടില്ലാതെ ഭിത്തിക്കകത്തൂടി കണക്ഷനൊക്കെ എടുത്ത് ഭിത്തിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 1, 2, 3, 4 പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു സ്പീക്കർ, 5 സ്പീക്കറും 2 സബുമാണ് നിലവിലുള്ളത്. ഈ റൂമിൽ ഈ ഒരു സൗണ്ട് സിസ്റ്റം ഇത്രയും പവർഫുള്ളായിട്ട് നിർത്തിയേക്കുന്നത് ഈ ഒരു 5 സൈഡ് സ്പീക്കറും 2 സബ്ബൂഫറും മാത്രമാണ്. അപ്പോൾ സബിൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. ഇനി ആംപ്ലിഫയറിൻ്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിന് നമ്മൾ മണ്ടയിലോട്ട് കയറണം, കൈ കഴിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ എടുത്ത് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ 3 ആംപ്ലിഫയർ വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം പുതിയതാണ് കേട്ടോ, നിങ്ങൾ കണ്ടു കാണില്ല, പുതിയ സാധനമാണ്. അതായത് ഒരു 3 ദിവസം ഞാൻ കാശ്മീരൊക്കെ പോയിട്ട് വന്നിട്ട് വെച്ച സാധനമാണ് കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ ഇത് ഇടിക്കുകയുള്ളൂ. ഇതുണ്ടെങ്കിലും ഇടിക്കും, പക്ഷേ ഇതുണ്ടെങ്കിലേ പവറായിട്ട് ഇടിക്കുകയുള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് പണിഞ്ഞിറക്കിയ ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോഡി തന്നെ കണ്ടാലറിയാം. ഞാൻ അത്യാവശ്യം കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പണിഞ്ഞെടുപ്പിച്ചിട്ടുള്ളത്. സബിൻ്റെ വോളിയത്തിനും വോളിയം എൻകോഡറിനും വേണ്ടിയിട്ട് 2 നോബുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പവർ സ്വിച്ച്, അനാവശ്യമായിട്ട് ഒരു സാധനം ഇതിൽ വലിച്ച് വാരി കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓക്സ് ഉണ്ട്, പിന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും, പിന്നെ ഇവിടെ ഡീറ്റെയിൽ ഡിസ്പ്ലേ ഉണ്ട്, USB പോർട്ടുണ്ട്. ബാക്കിലെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി സോക്കറ്റുകളാണ് കേട്ടോ. ഇതിൻ്റെ സബിൻ്റെ കണക്ഷൻ ആയാലും സ്പീക്കറിൻ്റെ കണക്ഷൻ ആയാലും എന്തിനായാലും. പിന്നെ ഇത് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനൊരു സെറ്റപ്പിലാണ്. ഇത് ഞാൻ മാറ്റി ഉടനെ അടിപൊളിയാക്കും. പിന്നെ ഈ ആംപ്ലിഫയറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ആംപ്ലിഫയർ പണിഞ്ഞത് മാത്രം ഏകദേശം ഒരു 25,000 രൂപയോളം ആയി കാണും. അത്രയായി. കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേ അറിയാം. കറക്റ്റ് കണക്കല്ല, ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എന്നിട്ടും ശരിക്കും പറഞ്ഞത് വില കുറവാണ് കേട്ടോ. അതായത് ഞാനും കൂടെ പോയി സ്വന്തമായിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി അസംബിൾ ചെയ്തെടുത്ത സാധനമാണ് കേട്ടോ.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം പൈസയായി. അപ്പോൾ ഇവിടെ ഈ റൂമിലിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിന് ഏകദേശം ഒരു 50,000-ന് പുറത്തോളമായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിലെല്ലാം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ബേസ് ബോർഡ് 400 വാട്ട്സിൻ്റെ ആണ്. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഡോൾബി ഓഡിയോ ആണ്. പിന്നെ അങ്ങനെ കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് ആംപ്ലിഫയറിനെ പറ്റി മാത്രം ഷോർട്സോ വീഡിയോ അങ്ങനെ എന്തോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് തരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 400 വാട്ട്സിൻ്റെ, അതായത് ഈ ഒരു സബിനെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തൊരു സാധനമാണ്. അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ പ്രഷീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, അത് 400 വാട്ട്സ് ആണ്, വേണമെങ്കിൽ ഇപ്പോൾ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 300 250 വാട്ട്സ് 300 വാട്ട്സ് ആയിരിക്കും. 300 വാട്ട്സിൻ്റെ 2.1 ആംപ്ലിഫയർ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ വേണമെങ്കിൽ ഒരു സബ് കൂടെ കൊടുക്കാൻ പറ്റും. അത്രയും പറ്റില്ലല്ലോ. ഗ്ലാസ് എങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിയും കേട്ടോ. ഇതെല്ലാം പറക്കി കൊടുക്കേണ്ടി വരും. ഇപ്പം ചിരിച്ച് കളിച്ചിരിക്കുന്ന അമ്മയൊക്കെ അങ്ങ് സ്വഭാവമൊക്കെ മാറും. അവിടെ നിൽപ്പുണ്ട് കേൾക്കും. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ പവറും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറച്ച് സോൾഡറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. സമയം കിട്ടിയില്ല, അതെല്ലാം ചെയ്യണം. ഇതിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഓൺ ആക്കാം. മുകളിൽ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് താഴെ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് വരെ ഡിമ്മായതുണ്ട്, അതിൻ്റെ പവർ പിടിച്ചതാണ്. അപ്പോൾ ഇതിന് ഒരു ഡോൾബി വിഷൻ്റെ തന്നെ, അതായത് ജി സ്റ്റാറിൻ്റെ ബോർഡാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ്. ജി സ്റ്റാറിൻ്റെ തന്നെ ഡോൾബി സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് ഓണാകുമ്പോഴത്തേക്ക് വരുന്ന ഇൻ്റർഫേസ് കണ്ട് ഇതാണ് കേട്ടോ. ഓണായി വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഇൻ്റർഫേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും IP വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റിലൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് കാണുമെങ്കിൽ ലൈറ്റ് അണച്ച് കാണിച്ചു തരാം. ഇതാ ഇപ്പം നോക്കിക്കോളേ, കണ്ട IP വ്ളോഗ്സ് ഒന്നും. പിന്നെ ഈ ബ്ലൂടൂത്തിൻ്റെ ഡയൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് മറ്റേ വ്യാവില്ലേ, അതായത് നമ്മളെ പാട്ടിനനുസരിച്ച് താളം തുള്ളും കേട്ടോ ഇവിടെ കിടന്ന്. അപ്പോൾ ഞാനിത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പവർ കാണിച്ചില്ല കേട്ടോ. ചെറിയൊരു മൂടൽ കണക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഫാനിൻ്റെ സൗണ്ട് കേട്ടോ. ഫാൻ നല്ലതുപോലെ കറങ്ങുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്, അതായത് ടെമ്പറേച്ചർ അനുസരിച്ച് സെൻസ് ചെയ്തിട്ട് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ആ പ്രശ്നം വരത്തില്ല. പിന്നെ ഈ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും അതായത് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് സ്പീക്കർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ എനിക്ക് ഈ ഒരു റൂമിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് സൈഡിൽ നമുക്ക് ഓരോ സ്പീക്കറായിട്ട് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ റിമോട്ടിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം സൗണ്ട് കുറച്ച് വെച്ചിട്ട് സബ് മാത്രം ശകലം കറക്റ്റ് ഒരു വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാസ് ഉള്ള പാട്ടായാലും ബാസ് ഇല്ലാത്ത പാട്ടായാലും, അതായത് പഴയ മെലഡി സോങ് പോലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചിലപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ യൂട്യൂബിൽ കയറുക, ഏതെങ്കിലും ഒരു പാട്ടെടുക്കുക, അതായത് നോൺ കോപ്പിറൈറ്റ് സോങ് മാത്രമേ ഇതിൽ ഇട്ട് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിക്കാനൊരു വഴിയുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇതൊരു പകുതി സൗണ്ടിലോട്ട് ഇടാം. അപ്പോൾ ഇവിടെ ബ്ലൂടൂത്തും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇടിക്കുകയാണ് കേട്ടോ. ഈ ഒരു സബ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സബിൻ്റെ പവർ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫായി കാണിച്ചത് അറിയാൻ പറ്റുന്നുണ്ടോ? ഹെഡ്സെറ്റ് വെച്ചു ഓക്കെ, അപ്പോഴത്തേക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ സൗണ്ട് ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവൂലേ. സബിൻ്റെ പവർ കണ്ട. ഇത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. പുറത്തോട്ട് പോട്ടെ. ആദ്യം സൗണ്ട് നമുക്ക് ഇട്ടിട്ട് പോവാം. സബൂഫറിൻ്റെ കറക്റ്റ് പവർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതല്ലാതെ മനസ്സിലാക്കി തരാൻ വേറെ വഴികളൊന്നുമില്ല. നമുക്കൊന്നെങ്കിൽ എന്തെങ്കിലും ഓബ്ജക്റ്റ് വെച്ചിട്ട് അത് കുലുങ്ങണത് കാണിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ഞാൻ റോഡിൽ വന്നിട്ടുണ്ട്. റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊന്ന് ഓണാക്കി നോക്കട്ടെ.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനതിൽ സബിൻ്റെ വോളിയം കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പ്രശ്നമാകും നമുക്ക് വോളിയം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ കൂടി വീട്ടിൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ജനലിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇടി തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. ഞാൻ വേറൊരു പാട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെയും, അതായത് ഒരു ഇടിവരെ ഇടിച്ചിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൻ്റെ സൈഡിൽ, അതായത് എൻ്റെ റൂമിൻ്റെ ജനൽ ഇതാണ് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെ വന്നിട്ട് പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. ജസ്റ്റ് നോക്കിക്കോളേ. കണ്ട, ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അത്യാവശ്യം മറ്റേ സബ്ബുകളിട്ട് ഇത്തിരി ഓവർ സൗണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സൗണ്ട് കേൾക്കുന്നില്ലേ? ഈ ഒരു മുളൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആ ഗ്ലാസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന കേട്ടോ. ഇടിയുടെ പവർ കാരണം ഗ്ലാസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നില്ല, കേട്ടോണ്ടിരിക്കുന്നു. പവർ എങ്ങനെ ഉണ്ടമ്മ? അമ്മ ഇത് കേട്ട് ശീലമായി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് നിങ്ങളെ കേൾപ്പിക്കാൻ മാത്രമാണ് ഇത്രയും പവറിനുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരു മിനിമം വോളിയത്തിലിട്ട് ആസ്വദിച്ച് കേൾക്കും കേട്ടോ. ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പവറൊക്കെ ഇട്ട് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സബും കൂടി കണക്ട് ചെയ്ത് മറ്റേ 2 സബ് ഊഫറും കൂടി എടുത്ത് വെച്ചിട്ട് അതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് 4 സബ് ഊഫറിൻ്റെ പവർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാൻ പെർമനൻ്റ് ആയിട്ട് വയ്ക്കത്തില്ല കേട്ടോ. എല്ലാം പൊട്ടും. അവസാനം ഇതിൻ്റെ പേരിൽ ഇനി MVD തിരക്ക് വീട്ടിൽ വരണമെന്ന് അറിയാൻ വയ്യ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ വെച്ച് ഓരോരുത്തർ വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് ബസ് വന്ന് പിടിച്ചിട്ട് പെറ്റി അടിച്ച് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇത്രയും വലിയ സൗണ്ട് സിസ്റ്റം വെച്ചെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും വല്ല പ്രശ്നം വന്നാൽ അതായത് കുരുപൊട്ടിയിട്ട് കംപ്ലൈൻറ്റ് കൂടി എനിക്ക് വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്തിനാണ് ഇതെല്ലാം എടുത്ത് കൊടുക്കേണ്ടി വരും? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞത്. അപ്പം ഇനി മൈക്ക് ഓർഡർ എടുക്കേണ്ടി വരും. ഡെയിലി പോയി ഓരോ ദിവസം പാട്ട് കാണുന്നതിന് എന്തെല്ലാം കാണണമെന്നാണ്. അപ്പോഴത്തേക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചാൽ, അല്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിക്കപ്പോഴും മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.